കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കുള്ള അനുമതി സുരക്ഷാ വിലയിരുത്തലിന് ശേഷമെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ്. റാലിക്ക് അനുമതി നൽകാനുള്ള തീരുമാനം സജീവ പരിഗണനയിലാണെന്നും ബീരേൻ സിംഗ് വ്യക്തമാക്കി. ഈ മാസം 14-ന് ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഇംഫാലിലെ ഉദ്ഘാടന ചടങ്ങിന് കോൺഗ്രസിന് ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. സർക്കാരിൽ നിന്നും ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിനിടെയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് അനുമതി നൽകുവാനുള്ള തീരുമാനം സജീവ പരിഗണനയിലാണെന്നും വിവിധ സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുകയാണെന്നും ഈ റിപ്പോർട്ടുകൾ വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂവെന്നും ബീരേൻ സിംഗ് പറഞ്ഞു. Giving permission of Rahul Gandhi's rally is under active consideration. We are taking report from various security agencies. After receiving the report from the various security agency, we will take a concrete decision. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും മണിപ്പൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെയ്ഷ മേഘചന്ദ്രയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭാരവാഹികൾ ചീഫ് സെക്രട്ടറിയെ കണ്ട് കക്ഷി രാഷ്ട്രീയത്തെക്കാൾ സമാധാനത്തിന് മുൻഗണന നൽകണമെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗിനോട് അഭ്യർത്ഥിച്ചിരുന്നു. 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ 14 സംസ്ഥാനങ്ങളും 85 ജില്ലകളും ഉൾക്കൊള്ളുന്ന ഏകദേശം 6713 കിലോമീറ്റർ രാഹുൽ ഗാന്ധി സഞ്ചരിക്കും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിലൂടെ യാത്ര മഹാരാഷ്ട്രയിലെത്തും. 14-ന് ഇംഫാലിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മാർച്ച് 20-ന് മുംബൈയിലാണ് സമാപിക്കുക. നാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്.